എല്ലാവർക്കും KMDBയുടെ കർണാട്ടിക് വയലിൻ ലെസൺ 52ലേക്ക് സ്വാഗതം. ഞാൻ അജയ് കുമാർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കമാസ് എന്ന ജന്യരാഗം, അതായത് ഹരികാംബോജിയുടെ ജന്യരാഗമാണിത്. ആ ജന്യരാഗത്തിലുള്ള സ്വരജതിയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ഭാഗം, അതായത് പല്ലവിയും അനുപല്ലവിയും നിങ്ങൾ പഠിച്ചു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്നായിട്ട് വായിച്ച് പഠിക്കണം. ഇത് വായിച്ച് പഠിച്ചില്ല എങ്കിൽ ഇത് തെറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരു സ്വരജതിയാണിത്. ഈ സ്വരജതി നല്ലപോലെ നിങ്ങൾ വായിച്ചെടുത്താൽ മനസ്സിലാക്കും നിങ്ങൾക്കൊരു വയലിനിസ്റ്റ് ആകാനുള്ള യോഗ്യതയെല്ലാം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിൻ്റെ ചരണത്തിലേക്ക് പോകാം. ഞാൻ ചരണം 1ലേക്ക് പോവുകയാണ് നേരിട്ട്. ചരണം 1 ഇങ്ങനെയാണ്: സാരി സനി നീ സാ നി ദ ദ നീ ദ പ മ ധ മ ഗ സ മ ഗ മ പ ധ നീ. ഇതിൻ്റെ സാഹിത്യം എന്ന് പറയുന്നത് നീവേ ഗുരുദൈവം ബനി ഏവേളനു സേവിംപുജു സദാ മദനി ശിവ. അത് കഴിഞ്ഞ് വീണ്ടും ഇതിൻ്റെ പല്ലവി നമ്മൾ ആദ്യം പഠിച്ചത് വീണ്ടും നിങ്ങൾ വായിക്കണം. അതായത് സാ നി ദ പ മഗ മ ഗ മ പ ധ നീ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചരണം 2ലേക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ചരണം 1 ഒന്ന് വായിച്ച് പഠിക്കാം. ദയവായിട്ട് വയലിനിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ സ്വരങ്ങളാക്കി വായിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കണ്ടിട്ട് നമുക്ക് പിന്നീട് നല്ല രീതിക്ക് വായിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നുകൂടെ ഞാൻ സ്ലോ ആക്കി വായിക്കാം. വയലിനെ ശ്രദ്ധിക്കുക. ദാ ഗമകം കൊടുത്ത് വായിക്കുന്നു. ഒന്നുകൂടെ അത് കഴിഞ്ഞ അവിടെ തന്നെ ഇങ്ങനെ വായിച്ച് നിർത്തുക. അപ്പം പല്ലവി ഇനിയും വായിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്നുകൂടി ഞാനിത് കാണിച്ചു തരാം. 1ഉം 2ഉം പിന്നീട് വായിച്ചു. അപ്പൊ ഇനി നമുക്ക് 2ലേക്ക് പോവാം. ചരണം 2 ഇപ്രകാരമാണ്: സരി സ നി സ നി സ നി ധ നീ
ധനി ദ പദ പദ പമ പ സമഗമനി ധനി ദ പദനി സരി സനി സാനി ദ പമഗമ പദനി. അത് കഴിഞ്ഞ് വീണ്ടും സാനി ദ പ മഗമ ഗമ പദനി. അപ്പൊ ഒന്നുകൂടെ പരമദയ നിധി ധനുജു മരുവകന ഹൃദയമുന. അതാണ് 2 ലൈൻ്റെ. അടുത്തത് മഹാദേവ മഹാപ്രഭു സുന്ദരസുര വരദായക ഭവഭയഹര ശിവ. അത് കഴിഞ്ഞ് വീണ്ടും സാംബ ശിവായന രാജിതഗിരി. അപ്പൊ നമുക്ക് ചരണം 2 വായിച്ചു നോക്കാം. സരി സനി സനി ധനി ധനി പദ പദ പമ പ സമ ഗമ ധനി സനി പമ ഗമ പദനി സനി പമ ഗമ ഗമ പദനി. അപ്പൊ ഒന്നുകൂടെ ഞാൻ കാണിക്കാൻ. ചരണം 2. സരി, അതായത് ദായിൽ നിന്ന് സായിലേക്ക് പോകണം. സരി സനി സായിൽ വന്നിട്ട് സായോട് ചേർത്ത് റിയൽ അടുത്ത വിരൽ വെച്ചിട്ട് നേരെ അങ്ങ് താപ്പോട്ടാക്കിയാൽ മതി നിങ്ങൾ. അപ്പൊ അത് നീ ചെറിയ നീ ആയിക്കോളും. അതായത് സരി സനി 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 ധനി ധനി പദ പദ പമ പ സമ ഗമ മനി ധനി പദനി സനി 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 പ ഗമ പദനി. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും സനി പ മ ഗമ പദനി. അപ്പൊ ഇന്ന് പഠിച്ച ചരണം 1ഉം 2ഉം ഞാനൊന്ന് കണ്ടിന്യൂ ആയിട്ട് വായിച്ചു കേൾപ്പിക്കാം. സോറി. സരി സനി സനി ധനി പ മ ഗ മ ഗ സമ ഗമ പദനി. അപ്പൊ ഒന്നുകൂടെ അത് തന്നെ വായിക്കാം ഞാൻ. സരി
മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ വളരെ സ്ലോയിലാണ് ഇതെല്ലാം കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാകുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെടുന്ന ഉണ്ടെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരോടും എൻ്റെ ഒരു അഭ്യർത്ഥനയായിട്ടത് കണക്ക് കൂട്ടുക. അപ്പോൾ ഈ ലെസണിൻ്റെ ബാക്കി ഭാഗമായിട്ട് അടുത്ത ഒരു ക്ലാസ്സിൽ ഞാൻ വരുന്നത് വരെ എല്ലാവരോടും തൽക്കാലത്തേക്ക് ഞാൻ വിട പറയുന്നു. നന്ദി, നമസ്കാരം.